എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയും ശബരിമല ചവിട്ടില്ല. അന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ശക്തൻ. പത്മകുമാറിനോട് അയ്യപ്പൻ പൊറുക്കട്ടെ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതിരോധത്തിലായ CPM അറസ്റ്റിലായ പത്മകുമാറിനെതിരെ കടുത്ത നടപടിയെടുക്കാൻ സാധ്യത. നിലവിൽ പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന പത്മകുമാറിനെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് മുഖം രക്ഷിക്കാനാകും ശ്രമിക്കുക. ഇക്കാര്യം ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ N വാസുവിന് പിന്നാലെ പത്മകുമാറും അറസ്റ്റിലായതോടെ CPM കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കേസിൽ 8ാം പ്രതിയായ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായപ്പോൾ ജില്ലയിലെ നേതാക്കളിൽ പ്രമുഖനുമായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട 2018 സുപ്രീം കോടതി വിധി വന്നപ്പോൾ അത് നടപ്പാക്കുന്നതിന് ശ്രമിച്ച സർക്കാരിനെ പത്മകുമാർ പ്രതിരോധത്തിലാക്കിയിരുന്നു. തന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയും ശബരിമല ചവിട്ടില്ലെന്ന പത്മകുമാറിന്റെ പരസ്യ പ്രസ്താവന മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും വെട്ടിലാക്കി. ഇതോടെ പാർട്ടി നേതൃത്വവുമായി പത്മകുമാറിന്റെ അകൽച്ച തുടങ്ങിയെന്നും പറയാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി പൂർത്തിയായ ശേഷം പാർട്ടി പ്രധാന പദവികളൊന്നും പത്മകുമാറിന് നൽകിയിരുന്നില്ല. ജില്ലയിലെ മുതിർന്ന നേതാവായ പത്മകുമാറിന്റെ സ്ഥാനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ മാത്രമായി. പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ മന്ത്രി വീണ ജോർജിനെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിൽ പത്മകുമാർ വീണ്ടും അതൃപ്തി പരസ്യമാക്കി. പാർട്ടിയുടെ ഉന്നത സമിതിയിൽ ആളുകളെ കൊണ്ടുവരുമ്പോൾ പരിഗണിക്കേണ്ടത് സംഘടനാ പരിചയമായിരിക്കണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ പത്മകുമാറിന്റെ പരസ്യ പ്രതികരണം പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ CPM സംസ്ഥാന സമിതി അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതേസമയം ശബരിമല പ്രക്ഷോഭം തുടങ്ങാൻ തന്നെയും മുത്തശ്ശിയെയും അമ്മയെയും ശബരിമലയിലെത്താൻ സഹായിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറാണെന്ന് രാഹുൽ ഈശ്വർ തുറന്നു പറഞ്ഞതും ശ്രദ്ധേയമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് രാഹുൽ ഇക്കാര്യം പറയുന്നത്. ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായിയെ, മറുവശത്ത് ഞങ്ങൾ വിശ്വാസികളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച സഖാവായിരുന്നു അദ്ദേഹമെന്നും ഇങ്ങനെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അറസ്റ്റിലായതിൽ വിഷമമുണ്ടെന്നും രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ കുറിച്ചു. വാസു സാർ എന്നും വിശ്വാസികളെ തോൽപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. പത്മകുമാർ സാർ സമസ്ത അപരാധം അയ്യപ്പനോട് പറഞ്ഞ് പ്രായച്ചിത്തം ചെയ്യട്ടെ. ഹൈക്കോടതി ക്ഷമിക്കില്ല, അയ്യപ്പന്മാർ ക്ഷമിക്കില്ല. പക്ഷേ ഈ മുതിർന്ന പ്രായത്തിൽ പത്മകുമാർ സാറിനോട് അയ്യപ്പൻ ക്ഷമിക്കട്ടെ എന്നും രാഹുൽ ഈശ്വർ കുറിപ്പിൽ പറയുന്നു.